നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ പാത്രം കഴുകുമ്പോൾ ഭയങ്കരമായ ശബ്ദത്തിൽ ഇടയ്ക്ക് പാത്രം താഴെ ഇടാറുണ്ടോ? അല്ലെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഗതികളിൽ കയ്യിൽ കൊണ്ട് നടക്കുമ്പോൾ കയ്യിൽ നിന്ന് താഴെ വീഴാറുണ്ടോ? ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും അല്ലേ? ഭയങ്കര അശ്രദ്ധയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശകാരിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന ഒരു കാരണം ഇതിന്റെ പിന്നിലുണ്ട്. PCOD ഉള്ള സ്ത്രീകളിൽ അല്ലെങ്കിൽ പീരിയഡ്സ് ഉള്ള സമയത്തൊക്കെ ആയിരിക്കാം ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിന്റെ ഒരു പ്രധാന കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള സ്ത്രീകളിൽ പെരിഫറൽ ന്യൂറോപ്പതി എന്നൊരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. ഇത് ബോഡിയുടെ ഡിസ്റ്റൽ പാർട്ട് കയ്യില് കാലിലൊക്കെ ഒരു നംനെസ് അല്ലെങ്കിൽ കൈകൾക്കൊക്കെ വീക്ക്നെസ് ഒക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട്. ഈ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ പോലുള്ള ഹോർമോണുകളിലുള്ള വലിയ വ്യതിയാനം നമ്മുടെ നാഡി മസിൽ കോർഡിനേഷൻ, ന്യൂറോ മസ്കുലാർ കോർഡിനേഷനെ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. ഇത് കൈയിന്റെ ആ ഒരു ഗ്രിപ്പും സ്ട്രെങ്ത്തും ഒക്കെ കുറയ്ക്കാനായിട്ടൊരു വലിയ കാരണമാണ്. കയ്യിൽ നിന്ന് വീഴുന്നതെല്ലാം ഇതുകൊണ്ടാണ് എന്നല്ല, പക്ഷെ ഇത്തരം സ്ത്രീകളിൽ ഭയങ്കര കൂടുതലായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട്. ഈ ബുദ്ധിമുട്ട് മാനേജ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും വീട്ടിൽ ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്ന പോലെ തന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാം, അതുപോലെ ന്യൂറോ മസ്കുലർ എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യാം, സ്ട്രെസ്സും ആങ്സൈറ്റിയും കുറക്കാനുള്ള യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം, നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഉറക്കം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്കിത് മാനേജ് ചെയ്തു പോവാം. പക്ഷേ PCOD കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടോ ആണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുന്നത് എങ്കിൽ അത് കൃത്യമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്.